നമ്മുടെ ഈ പ്രിയ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ആയുസിനെ കുറിച്ച് പറയുന്നതിന് നമുക്ക് 91-ാം സങ്കീർത്തനം ഒന്ന് വായിക്കും. ആ 91-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് ദീർഘായുസിനെ കുറിച്ചാണ്. ദീർഘായുസ് കൊടുക്കുന്ന ആർക്കാണെന്നാണ്, ദീർഘായുസിന്റെ പ്രയോജനം എന്താണെന്നാണ്. 91-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആദ്യമേ തന്നെ പറയുന്നുണ്ട്, ഈ അമ്മച്ചിയുടെ ജീവിതത്തിന്റെ തനി സ്വഭാവം അതിനകത്ത് പറയുന്നുണ്ട്. ദീർഘായുസ്, അത്യുന്നതന്റെ മറയിൽ വസിക്കുന്നവൻ, സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുന്നവൻ. ഇതെല്ലാം നമ്മുടെ അമ്മച്ചിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്നതാണ്. ദീർഘായുസ് വെറുതെ അല്ല, 102 വയസ്സ് വരെ ജീവിക്കാനുള്ള ദൈവികമായ കൃപ ലഭിച്ച, വളരെയേറെ ലോകത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച, ഒരു ധന്യമായ ജീവിതം നയിച്ച, മക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം അറിയാവുന്നതായ ഒരു വലിയ അമ്മച്ചിയാണ്. ഞാൻ ഇവിടെ വരുമ്പോഴെല്ലാം അമ്മച്ചിയുമായിട്ട് സംസാരിക്കുന്നതെല്ലാം ദൈവികമായ ചിന്തയിൽക്കൂടാണ്. അപ്പൊ ദീർഘായുസ് കൊടുത്ത് 91-ാം സങ്കീർത്തനക്കാരൻ വരെ മോശ തന്നെ പാടിയതാണ് 91-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ആ യഹോവയെ കുറിച്ച് അവരെന്റെ സംഗീതം എന്ന് പറയുന്നത് ആ അമ്മച്ചിയുടെ ജീവിതത്തിലെ വളരെ പ്രാവർത്തികമായ അനുഭവത്തിലൂടെയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അമ്മച്ചിയുടെ ജീവിതത്തില് ഇത്രത്തോളം ജീവിക്കുവാൻ, സന്തോഷത്തോട് ജീവിപ്പാൻ, തലമുറകളെ എല്ലാം കണ്ട് സന്തോഷം അനുഭവിപ്പാൻ, വരുമ്പോഴൊക്കെ സന്തോഷത്തോടുകൂടി സ്വീകരിപ്പാൻ ഉള്ളതായ വലിയ അനുഗ്രഹമായ ജീവിതം നയിപ്പാൻ 91-ാം സങ്കീർത്തനക്കാരൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവൻ രാത്രിയിലെ ഭയത്തെയും അവരുടെ നസ്ത്രത്തെയും, ഇരുൾ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിക്കുന്ന സംഹാരത്തെയും പേടിക്കാതെ ഈ ലോക ജീവിതത്തില് വളരെ പുണ്യമായ, സന്തോഷമായ, ധന്യമായ ജീവിതം നയിച്ച ഒരു അമ്മച്ചിയാണ് നമ്മുടെ ഈ മുമ്പിൽ ഈ ലോക ജീവിതം കഴിഞ്ഞ് മറു ലോകത്തിലേക്ക് കടന്നു പോയിരിക്കുന്നു. ഈ താൽക്കാലിക ഭവനം വിട്ടിട്ട് വേറൊരു ഭവനത്തിലേക്ക് വസിക്കുവാൻ പോയത് 102-ാമത്തെ വയസ്സിലാണ്. ആ ഒരു പ്രത്യേക ജീവിതം നമ്മൾ ഓർക്കുകയാണെങ്കിൽ അമ്മച്ചിയെ കുറിച്ച് നമ്മൾ എന്തെല്ലാം പുകഴ്ച പറഞ്ഞാലൊക്കും ഈ ലോക ജീവിതത്തില് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും, എല്ലാ രോഗങ്ങൾ ഉണ്ടായാലും, പ്രയാസങ്ങൾ ഉണ്ടായാലും, ദുഃഖങ്ങൾ ഉണ്ടായാലും എല്ലാം സഹിച്ച സന്തോഷത്തോടുകൂടി സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചും സ്തുതിച്ചും സ്തോത്രം ചെയ്തും കഴിഞ്ഞു കൂടിയതായ ആ പ്രിയ അമ്മച്ചി നമ്മുടെ മുമ്പില് ഇന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ പോകുന്നു. 102-ാമത്തെ വയസ്സില് ഞാൻ പറയുന്നു, ഞാനിതാ പോകുന്നു, എന്റെ പ്രിയന്റെ നാട്ടിലേക്ക് ഞാൻ പോകുന്നു. ആരെ കൊണ്ട് പറയാൻ സാധിക്കും? നമുക്കെല്ലാം ചിന്തിച്ച് പറയാവുന്ന കാര്യമുള്ളൂ. ലോക ജീവിതം നമുക്ക് നൽകി തരുന്നത് എത്ര ആയുസ്സായാലും ശരി, ആ ആയുസ് ദൈവസന്നിധിയില് സമർപ്പിച്ചുകൊണ്ട്, ദൈവസന്നിധിയില് കാഴ്ചവെച്ചുകൊണ്ട് ഈ ലോക ജീവിതം ഓടുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തില് സന്തോഷം നിറഞ്ഞ ജീവിതം പ്രദാനം ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെതായ എല്ലാ കെടുതികൾക്കൊക്കെ വിടുതൽ പ്രാപിച്ചുകൊണ്ട് സമാധാനത്തോടെ ഈ ലോക ജീവിതം പൂർത്തിയാക്കുവാൻ സാധിക്കും. എന്തെങ്കിലും ആപത്തുകൾ, അമൃതങ്ങളൊക്കെ അമ്മച്ചിക്ക് ഉണ്ടായപ്പോഴെല്ലാം ദൂതന്മാരുടെ കാവലിലാണ് അമ്മച്ചി കഴിഞ്ഞു കൂടിയത്. അതൊരു വലിയ പ്രത്യേക സംഭവമാണ്. അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും, സിംഹത്തിന്മേലും വള്ളിമേലും നീ ചവിട്ടും, ബാലസമൂഹത്തെയും മരിച്ചുകളെയും അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ എന്നെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ എന്നെ ഉയർത്തും. അവനെന്നെ വിളിച്ചപേക്ഷിച്ച് ഞാൻ ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും. കഷ്ടകാലം ലോകത്തുള്ളതാണ്. 42-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് രാത്രി കാലത്തെ കുറിച്ച് പറയുന്നത്, രാത്രിയിൽ ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കുമെന്നാണ്. കഷ്ടകാലം വരുമ്പോൾ അവന് ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കണം. അമ്മച്ചിയുടെ വലിയ പ്രധാന തത്വമാണ്. കഷ്ടകാലം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കും. ആ പാട്ടിന്റെ ഒരു ശീലം നമുക്കൊന്ന് പാടും. സ്വർഗ്ഗനാട്ടിലെ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർന്നിടുവാൻ മമനാഥനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. അമ്മച്ചി പാടിയതായ നല്ല പാട്ടുകൾ ഒന്നായിരുന്നു.
സ്വർഗ നാട്ടിൽ എൻ പ്രിയൻ തീർത്തിടുന്നതായ ആ ഭവനത്തിലേക്ക് പോകുവാൻ 102 വയസ്സ് വരെ കാത്തിരുന്നു. നമുക്കും അത് സാധിക്കുമോ എന്നൊന്ന് സ്വയം ചിന്തിക്കണം. അമ്മച്ചിയുടെ ലോക ജീവിതം പൂർത്തിയായി പോയി കഴിഞ്ഞു. ഇനിയിപ്പം ഈ എന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ നീയ വചനം കേൾക്കുന്നവര് ജീവനുള്ളവരാണ്. അവര് സ്വയം ചിന്തിക്കുക, എനിക്കും ഈ അമ്മച്ചിയെ പോലെ ആ പ്രിയന്റെ നാട്ടിൽ പോകുന്നതിന് മുമ്പേ സന്തോഷത്തോടു കൂടി ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കുമോ? നല്ല നാഥനെ നിനക്കായി ഞാൻ വേല ചെയ്യുവാൻ യവ്വാരേ അല്ല തീർത്തു നിൻ സ്വാവിദേവായ ഇല്ല പാരിൽ വിശ്രമവും അല്ല തീർത്തു നിൻ സ്വാവിദേവായ ഇല്ല സങ്കീർത്തനക്കാരൻ അവസാനമായിട്ട് 15ഉം 16ഉം വാക്യങ്ങൾ പറയുന്നത്, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവനെ ഉത്തരമരുളും. കഷ്ടകാലത്തിൽ അവനോട് കൂടെയിരിക്കും, ഞാൻ അവനെ വെടിവെച്ച് മഹത്വപ്പെടുത്തും. 200-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് 70 വയസ്സ് കൂടിയാൽ 80 വയസ്സ്. അപ്പൊ അതിനൊരു ഗ്രേസ് തരുന്നത് 10 വർഷം. അതിന്റെ പ്രഭാവം പ്രയാസവും ദുഃഖവുമാകുന്നു. പക്ഷെ അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രയാസത്തിലേക്ക് കടന്നുപോയില്ല. ഞാന് വയ്യാതെ പറയുമ്പോഴും 12-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് പ്രത്യാശയോടുകൂടി ജീവിതം നയിക്കണമെന്നാണ്. 42-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത് ഈ ഒരു ആത്മാവ് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാൻ ഒരുങ്ങുന്നത് എങ്ങനെയാണെന്നറിയാവോ? മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. മാൻ നീർത്തോടുകളിലേക്ക്, ദാഹമുള്ള ഒരു മാൻകിടാവ് ദാഹജലം കുടിക്കാൻ ദാഹിക്കുന്നത് പോലെ എന്റെ ആത്മാവ്, ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എന്റെ ആത്മാവെ നീ ദൈവത്തിനുള്ള ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാൻ ഇടയാകും? നിന്റെ ദൈവം എവിടെയെന്നവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് തിരിഞ്ഞാൽ അവരെല്ലാം പറയുന്നത് ലോകത്തിൻ്റെതായ കാര്യം. ഒരു മരണ വീട്ടിൽ അല്ലെങ്കിൽ ഒരു അമ്മച്ചിയുടെ ഇരുന്നാൽ കൊള്ളാമെന്ന് എനിക്ക് ഒരു അപേക്ഷയുണ്ട്. ദൈവസന്നിധിയിൽ നമ്മുടെ ദൈവവചനം ചിന്തിക്കുമ്പോൾ ആ ദൈവവചനത്തിന് വിരോധമായി, ദൈവത്തിന് വിരോധമായ ഭയം, രാത്രിയെ സംബന്ധിച്ച് ഭയം, എല്ലാവർക്കും ഭയം. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ എന്താ വേണ്ടിയെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. ആ എത്ര നല്ല പാട്ട്! ആ നല്ല പാട്ടുകൾ നമ്മൾ പാടിയാൽ ദൈവാനുഗ്രഹം തന്നെ ഉണ്ടാവും എന്നുള്ളത് വലിയ പ്രത്യേകതയാണ്. യാത്ര ചെയ്യൂ ജീവൻ വെച്ചിടൂ രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ വെച്ചിടൂ രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഞെരുക്കത്തിനൊപ്പം ഞാൻ തിന്നാലോ, കഷ്ടത്തിൽ കണ്ണുനീർ കുടിച്ചെന്നാലോ, അന്ത്യശ്വാസം വരെയും. മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്ത ജീവിതം നമുക്ക് പാടില്ല. നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ വേണം. ആ പ്രത്യാശ എന്തിനു വേണ്ടിയാണ്? ദൈവസന്നിധി. എന്റെ മാതാവ്, എന്റെ അമ്മച്ചി മരിച്ചു. ഈ അമ്മച്ചി മരിച്ചപ്പോൾ ഈ അമ്മച്ചിയുടെ ആത്മാവിന് എന്ത് പറ്റും, എന്ത് സംഭവിക്കുന്നു? നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഓർത്ത് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഉണ്ടല്ലോ, എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്.
അപ്പൊ ഈ വാസസ്ഥലം താൽക്കാലികമായി ഈ ഭവനം വിട്ട് നമ്മൾ പോകുമ്പോൾ അവിടെ നമുക്ക് പിതാവിന്റെ സന്നിധിയിൽ ഒരു പ്രത്യേക വാസസ്ഥലമുണ്ട്, അനേകം ഭവനങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് വസിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഭവനങ്ങൾ ഒരുക്കി കാത്തിരിക്കുകയാണ്. വിശ്വസിക്കുന്ന ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും പ്രത്യാശയോടുകൂടി പ്രിയ മാതാവിനെ യാത്രയപ്പാൻ, പ്രിയ അമ്മച്ചിയെ യാത്രയപ്പാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അവനെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ ബുദ്ധിയുള്ള കന്യകമാരുടെ കൂട്ടത്തിൽ, കർത്താവേ, ആ ബുദ്ധിയുള്ള വിളക്കും എണ്ണയും എടുത്ത ആ കന്യകമാരുടെ കൂട്ടത്തിൽ പെട്ടതാണല്ലോ കർത്താവേ പ്രിയ അമ്മച്ചിയെന്ന് ഞങ്ങൾ ഓർക്കുമ്പോൾ പ്രത്യാശയോടുകൂടി ഞങ്ങൾ കാണുന്നു. കർത്താവേ, ഈ പ്രിയന്മാരെ വഴി നടത്തി, കർത്താവെ അനുഗ്രഹിച്ച് വഴി നടത്തി അന്ത്യം വരെ നിനക്ക് പേര് നടത്തണമേ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം മാനിക്കണമേ. എല്ലാം ഭംഗിയായും ചന്തമായും നടത്തുവാൻ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിങ്ങൾ ഉപയോഗിക്കണമേ. ആവശ്യമായ എല്ലാ രൂപങ്ങളും നടക്കണമേ. എല്ലാവർക്കും സന്തോഷമാണെന്ന് പറഞ്ഞു കൊടുത്ത് സമാധാനത്തോടുകൂടി മാതാവിനെ യാത്രയപ്പാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലകളെ അടങ്ങിയിരിക്കുന്ന ഓരോരുത്തരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തകളെ അനുഗ്രഹിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. വളരെ പ്രിയമുള്ള ഒരു അമ്മച്ചിയായിരുന്നു. ചില വർഷങ്ങളായിട്ട് ഞാൻ ഈ ഭവനത്തിൽ വരികയും പ്രിയ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവവചനം അമ്മച്ചോട് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വളരെ ആത്മാർത്ഥതയോടെ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്ത ഒരമ്മച്ചിയാണ് ഇതിലേക്ക് കടന്നുപോയിരിക്കുന്നത്. പ്രിയ അമ്മച്ചിയുടെ വേർപാട് ഒരിക്കലും നഷ്ടമല്ല. പ്രിയ അമ്മച്ചിയെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ പ്രിയ അമ്മച്ചിയുടെ ആത്മാവ് വിശ്രമിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രിയ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖത്തിലായി ഏവരെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ബൈബിൾ നാം വായിക്കുന്നത് പോലെ കല്ലറുകളുള്ളവർക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക കടന്നു വരുന്നു. ഒരു ദൈവപൈതൃക പ്രത്യാശയാണ് കർത്താവായ യേശുവിന്റെ രണ്ടാമത്തെ വരവ് എന്നുള്ളത്. ഫിലിപ്പിയർക്ക് ലേഖനം ഇങ്ങനെ പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ് അവിടെ കർത്താവായ ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. ഒരു ദൈവപൈതൃക പ്രതീക്ഷ യേശു കർത്താവിന്റെ മടങ്ങിവരവാണ്. കർത്താവിന്റെ വരവുകൾ മരിച്ചുപോയ വിശുദ്ധന്മാർ കല്ലറകളെ വിട്ട് പുനരുദ്ധാനം ചെയ്യുന്നത് ആ ദിവസത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന അസംബ്ലി സമൂഹത്തിന്റെയും ഫെയ്ത്ത് ബൈബിൾ കോളേജിന്റെയും പേരിലുള്ള അനുശോചനവും ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു എന്ന വാർത്തയും ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും ഒരിക്കലേവനും മരിക്കും നിർണയം
നിൽക്കുന്നോരെല്ലാം മായ. നാലു വിരലെ മധ്യനായുസ്സും നിൽക്കുന്നോരെല്ലാം മായ. വേഷനിഴലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കുന്നേ കഥ പോലെ. വേഷനിഴലിൽ നടന്നു തങ്ങൾ നാൾ കഴിക്കുന്നേ കഥ പോലെ. ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. ആയുസ്സെൺപതു വർഷമാകിലും ആയതിൻ ബലം ഖേദം. ആയുസ്സെൺപതു വർഷമാകിലും ആയതിൻ ബലം ഖേദം. ആണ്ടായിരം ഒരു ദിവസമായിട്ടേ ആണ്ടവൻ കണക്കാക്കൂ. ആണ്ടായിരം
നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുകയും എന്നിലും വിശ്വസിക്കുകയും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുമായിരുന്നു അരളിച്ചത് വിശ്വസ്തനായ ഞങ്ങൾക്ക് വസിപ്പാൻ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ അവിടുന്ന് ഈ ലോകത്തിന് സമയം അനുവദിച്ച് തന്നിരിക്കുന്നതിന് എന്നാൽ ഞങ്ങൾ വസിക്കുന്ന, ഞങ്ങൾ ചരിക്കുന്ന, ഞങ്ങൾ ജീവിക്കുന്ന ഈ ലോകം ശാശ്വതമാകും. അവിടുന്ന് രക്ഷിച്ചത് ഞങ്ങൾക്ക് ശാശ്വതമായ ഫലമുണ്ട്. ആദ്യ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നു. ആ സ്വർഗീയ ഭവനത്തിന്റെ ഓഹരിക്കാരായ തീർത്ഥകവരത്തിന് ഇവിടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ ഞങ്ങളെ പ്രാപ്തരാകുമെന്ന് എന്നേക്കുമായി ഇവിടെ പറയുവാൻ പോകുന്ന സന്ദർഭത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിന്റെ രാജ്യത്തിലാണ് ഞങ്ങൾ രക്ഷിക്കുന്നു. മക്കൾക്കും നൽകണം പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ളവരെ ശോഭയേറും ഓർനാടുണ്ടത് കാണാമേ ദൂരെ വിശ്വാസത്താ താതൻ വാസം നാമോർക്കൊരുക്കി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. നാമശോഭന നാട്ടിൽ പാടും വാഴ്ത്തപ്പെട്ടോരുടെ സംഗീതം ഖേദം രോദനമങ്ങില്ലയോ നിത്യം സൗഭാഗ്യമാത്മാക്കൾക്ക് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത് വേഗം നാം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. സ്നേഹമാം സ്വർഗതാതരുടെ സ്നേഹദാനത്തിനും വാഴ്ത്തുക വീഴ്ചയെ തരും നന്മയ്ക്കും കാഴ്ചയായി നാം സ്തോത്രം പാടും വേഗം നാം ചേർന്നിടും. ആയിരിക്കുന്ന സമയത്ത് കർത്താവിന്റെ വലിയ സ്നേഹം കൊണ്ട് അർത്ഥന നടക്കുന്നത് നന്മകൾ പകർന്നു കൊടുക്കുവാനായിട്ടിടയായി. അത് തന്നെയുമല്ല തലമുറയായി ശേഷിപ്പിക്കത്തക്ക വിധത്തിൽ പല വിധത്തിലുള്ള ഓർമ്മകൾ ഈ അമ്മച്ചിയും കൂടെ പ്രിയപ്പെട്ട മക്കളിലും കൊച്ചുമക്കളിലേക്കും നൽകപ്പെടുവാനായിട്ടിടയായി. തലമുറയിലേക്ക് കൈമാറി ക്രിസ്തീയ ജീവിതത്തിന്
ഈ പ്രിയപ്പെട്ട മക്കളെ ഉടമകളാക്കി തീർത്തതോർത്തും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. മിഷൻസിന്റെ മിഷൻ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രിയപ്പെട്ട തോമസ് റോയ് സാർ ദൈവത്തെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. പിതാവേ, ആശ്വാസത്തിന്റെ ഉറവിടങ്ങൾ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും ചേർന്ന് കായംകുളത്ത് നിന്ന് ഞങ്ങൾക്ക് മിഷൻസിൻ്റെ ആഭിമുഖ്യത്തിൽ കടന്നു വരുവാനും അങ്ങയുടെ സന്നിധാനത്തിൽ ധന്യമായ ജീവിതം നിന്റെ മകൾ കാഴ്ചവെച്ചതിനെ സ്തോത്രം ചെയ്യുവാനും ഈ വിലപ്പെട്ട അവസരം കർത്താവ് തന്നു. കർത്താവ് 102 വർഷക്കാലം അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജന്മം ചെയ്ത് വെളിയിൽ വന്നപ്പം തൊട്ട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം കൂടുണ്ടതിനായി സ്തോത്രം. കരുണാസമ്പന്നനായ കർത്താവ് തൻ്റെ കരം നീട്ടി നിന്റെ മകളെ ഇത്രത്തോളം നടത്തി. അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യട്ടെ. കർത്താവെ, പ്രിയ ദുഃഖാർത്തരായ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അനുഗ്രഹീതമായ തലമുറയെ കണ്ട് സന്തോഷിച്ചുകൊണ്ട് സ്വർഗത്തിലെ ആ വലിയ അനുഭൂതി കൈക്കൊണ്ടുകൊണ്ട് സ്വർഗീയ ഓഹരിക്ക് അപ്പുറമായിട്ട് നിന്റെ മകൾ ജീവിച്ച് നിത്യതയിലേക്ക് പ്രവേശിച്ചതിനായി സ്തോത്രം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും കൂടെ ഒരു നാൾ മധ്യാകാശ വരുമ്പോൾ തന്നിൽ മരിച്ച മൃതന്മാർ ഉയർത്തെഴുന്നേൽക്കും. ആ കൂട്ടത്തിൽ നിന്റെ ദാസ്യമുണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവെ, ഇനി നടക്കേണ്ട ചടങ്ങുകളെല്ലാം ഭംഗിയായി നടക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. ദുഃഖാർത്തരായ എല്ലാ മക്കൾക്കും നിത്യമായ സമാധാനത്താൽ കർത്താവെ നീ നടത്തണമേ. സകലമാനവും മഹത്വവും അവിടുത്തേക്ക് മശിഹാ തമ്പുരാന്റെ നാമത്തിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.